ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡെസേർട്ടാണ്. നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇത്. നമുക്ക് കുക്ക് ചെയ്യുകയും ബേക്ക് ചെയ്യുകയും ഒന്നും വേണ്ട, അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ആദ്യം സോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള മിക്സാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ 125 ml മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൂസ്റ്റും പഞ്ചസാരയും പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് എടുക്കാം. ഞാൻ 10 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് തിക്കാവുകയും വേണ്ട, ഒത്തിരി സോഫ്റ്റ് ആവുകയും വേണ്ട. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ്സ് നമ്മൾ നേരത്തെ മിക്സിയിൽ സോക്ക് ചെയ്തെടുക്കാം. ഇത് സോക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യാം. സോക്ക് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് സോക്കായി പോകണ്ട, ജസ്റ്റ് ഒന്ന് സോക്കായാലും മതി. ഇപ്പോൾ പുഡിംഗ് ട്രേക്ക് പകരം നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതി. നമ്മൾ സോക്ക് ചെയ്യുന്ന മിക്സ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ബ്രെഡ് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സോക്ക് ചെയ്ത എല്ലാ ബ്രെഡും ചെറിയ ചെറിയ സ്ലൈസസ് ഒക്കെ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത ബദാംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറീസ് എടുത്തിട്ടുണ്ട്. ചെറീസും സ്ലൈസ് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഹൈഡ് ആൻഡ് സിക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഓപ്ഷണലാണ്. നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മളത് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ്സും നട്ട്സും എല്ലാം ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് വിപ്പിംഗ് ക്രീം ഇട്ടത്. ഇനി അതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് വീണ്ടും ബ്രെഡ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മിക്സിലേക്ക് സോക്ക് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ലെയർ പോലെ തന്നെ നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നല്ല സോക്ക് ആയിട്ടുണ്ട് ബ്രെഡൊക്കെ. അപ്പോൾ അത് ഓരോ പീസസ് ആയിട്ട് വെച്ച് അറേഞ്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നട്ട്സ് ഇട്ട് കൊടുക്കാം. ബദാംസും സ്ലൈസ് ചെയ്ത ബദാംസും ചെറീസും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചോക്കോ ചിപ്സും കൂടി ഇടുന്നുണ്ട്. വൈറ്റ് ചോക്കോ ചിപ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഡാർക്ക് ചോക്കോ ചിപ്സ് ആണെങ്കിലും നമുക്കിതിലേക്ക് ഇടാം. പിന്നെ നേരത്തെ പോലെ തന്നെ നമ്മൾ ഹൈഡ് ആൻഡ് സിക്ക് നല്ല ക്രഷ് ചെയ്തിട്ടുള്ള ഇതും കൂടി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ പുഡിംഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ബിസ്ക്കറ്റും കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാർണിഷ് ചെയ്യുന്ന വേയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോഴേ കഴിക്കാൻ നിൽക്കരുത്. നമ്മൾ നന്നായി ഇതൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് 4-5 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം.
ഇതിപ്പോൾ 5 ഹവേഴ്സ് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ മുറിച്ച് നോക്കുവാണ്. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ക്രീമിയും ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. താങ്ക് യു സോ മച്ച്.